ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു മാരക കിടിലൻ ട്വിസ്റ്റുള്ള മൂവിയുടെ കഥ കേൾക്കണം. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ കഥ അങ്ങോട്ട് കേട്ട് തുടങ്ങിക്കോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലൈമാക്സിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടുക്കാച്ച ട്വിസ്റ്റ്. ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ട് ഇയാളായിരുന്നു ആ ഒരു കൊലപാതകി എന്ന് കേട്ടപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷോക്കായി പോകും. അപ്പൊ ധൈര്യമായിട്ട് തന്നെ ഈ ഒരു മൂവി കണ്ടു തുടങ്ങിക്കോ. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തെങ്ങിൻ തോപ്പിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകം. പക്ഷേ ഇത് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ചില്ലറ രഹസ്യമൊന്നും അല്ല അറിയാൻ പറ്റിയത്. പോലീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ജോലി ചെയ്യാൻ പോകുന്നത് ആ നാട്ടിലെ തന്നെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് ആണ്. എന്തായാലും അവൻ കണ്ടുപിടിച്ച കാര്യം അത് അത്ര നിസ്സാരമായിരുന്നില്ല. ഒരു വലിയ ക്രൈം തന്നെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ആക്ച്വലി എന്തായിരിക്കും അത്? ഉറപ്പായിട്ടും ഒരു അടിപൊളി കഥ തന്നെയാണ്. ധൈര്യമായിട്ട് കേട്ട് തുടങ്ങിക്കോ. എന്നാ പിന്നെ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. കഥ നടക്കുന്ന കാലഘട്ടം 1991. അന്നത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണിക്കുകയാണ്. രാത്രിയാണ്, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഈ നേരം ഒരു ഫോൺ കുറേ നേരമായിട്ട് റിങ് ചെയ്യുന്നുണ്ട്. ആരും ഫോൺ എടുക്കുന്നില്ല. പെട്ടെന്നാണ് SI ഭാസ്കർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എല്ലാവരും ചീത്ത പറയുന്നുണ്ട്. മാത്രമല്ല ഫോൺ എടുക്കാൻ വേണ്ടി പറയാണ്. ഇതേ നേരം തന്നെ കോൺസ്റ്റബിൾ മുന്നേ പോയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ആ ഫോണിൽ പറഞ്ഞ കാര്യം കേട്ട് അവനാകെ ഞെട്ടുകയാണ്. ഇതേ നേരം തന്നെ ടിവിയിൽ ഒരു വാർത്തയും കാണുന്നുണ്ട്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് ഫോണിലൂടെ ഈ കോൺസ്റ്റബിളിനോടും ആരോ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ SI ഭാസ്കർ ആകെ ടെൻഷനിലാവുകയാണ്. മിക്കവാറും ഇന്ന് രാത്രി ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, വാ നമുക്ക് റൗണ്ട്സിന് പോകാന്ന് പറഞ്ഞിട്ട് ഒരു ടീമുമായിട്ട് നേരെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ആളൊഴിഞ്ഞ സ്ട്രീറ്റിൽ ഒരു ബൈക്ക് അങ്ങനെ പോവാണ്. ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് റോങ് സൈഡിലായിട്ട് മുടി നീട്ടി വളർത്തിയ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അയാളുടെ ഭാഗത്താണ് തെറ്റ്. എന്തായാലും രണ്ട് വണ്ടിയും പരസ്പരം കൂട്ടിമുട്ടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം വഴക്ക്. ഇതിനിടയിൽ ആ മുടി നീട്ടി വളർത്തിയ ആള് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ എടുത്ത് മറ്റേ ആളുടെ സ്കൂട്ടർ അങ്ങോട്ട് കത്തിച്ചു കളയാണ്. പിന്നീട് പൂരം ബഹളം. ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ പറയണം മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ്. രണ്ടെണ്ണത്തിനെയും തൂക്കിയെടുത്ത് ജീപ്പിൽ ഇടാന്ന് പറയണം. അങ്ങനെ അവരെയും തൂക്കിയെടുത്തോണ്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ സൈക്കിളിൽ ഒരു 3 പേര് വരുന്നുണ്ട്. ഇവന്മാര് പോലീസിനെ കണ്ടപാട് തന്നെ സൈക്കിൾ ഒരു ഭാഗത്ത് വെച്ച് അവരവിടെ ഉണ്ടായിരുന്ന പുതപ്പെടുത്ത് തലയിലൂടെ ഇട്ട് ഈ പിച്ചക്കാരെ പോലെ സൈഡിൽ പോയിട്ട് കിടക്കുകയാണ്. ഇവരെ കാണാതെ പോലീസുകാർ മുന്നോട്ടേക്ക് പോവാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഇതുപോലെ തന്നെ രാത്രിയിൽ ഒരു കാർ അതിലൂടെ വരുന്നുണ്ട്. ആ കാറും പോലീസിന്റെ വണ്ടി കണ്ടപാട് തന്നെ ഇരുട്ടിലേക്ക് സൈഡാക്കി വെക്കുകയാണ്. പോലീസ് അതിലൂടെ പോയതിനു ശേഷമാണ് അവർ ആ ഒരു കാർ എടുക്കുന്നത്. അതായത് എല്ലാം ഉടായിപ്പാണ്. കാര്യമായിട്ട് എന്തോ ഒന്ന് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ രാത്രി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. നേരം വെളുക്കാൻ നേരത്ത് ഈ ബീച്ച് സൈഡിലുള്ള ചെറിയൊരു ചായക്കട, അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരനെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് ചന്ദ്രു എന്നാണ്. ഇന്നലെ രാത്രി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇയാളുടെ തലയുടെ ഭാഗത്ത് എന്തോ അടി കിട്ടി തോന്നുന്നു. അയാൾക്ക് അവിടെ വേദനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ പോലീസുകാരനായിട്ടുള്ള ചന്ദ്രു പത്രത്തിൽ ആ ഒരു വാർത്ത വായിക്കുന്നുണ്ട്. അതായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഒരു വിവരം. എന്താണ് ഈ കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത് ഒന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ആ ഒരു ബീച്ചിലൂടെ നടന്നു വരുന്ന ഒരു ചെറുക്കനും അതുപോലെ തന്നെ അവന്റെ കാമുകിയായിട്ടുള്ള ഒരു പെണ്ണും രണ്ടുപേരുടെ അടുത്തേക്കും 2 കുട്ടികൾ വന്നിട്ട് ചേട്ടാ ഈ മോതിരം സ്വർണ്ണമാണോ എന്ന് നോക്കൂന്ന് പറയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ നോക്കിയപ്പോ അത് സ്വർണം തന്നെയാണ്. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പിള്ളേര് ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കുമ്പോ എന്താ, ഒരു സ്ത്രീയെ കൊന്ന് അവിടെ ആരോ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും, സ്ത്രീയല്ല അതൊരു ശവമാണിപ്പോ, അതിന്റെ കയ്യിൽ നിന്നാണ് പിള്ളേർക്ക് ഇപ്പൊ ഈ ഒരു മോതിരം കിട്ടിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ വാർഡ് തന്നെ SI ഭാസ്കറും കൂട്ടരും അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നാൽ പത്രക്കാർ മുഴുവനായിട്ടും അവിടെ വളഞ്ഞിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പോലീസുകാരെയും ഭാസ്കറിനെയും വല്ലാണ്ടിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ വരണ്ട, ഇതുകൂടെ തെളിയാതെ വെറുതെ ഒരു ഫയല് മാത്രമായിട്ട് നിങ്ങളുടെ സ്റ്റേഷനിൽ കിടക്കും, നിങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ ഭാസ്കർ വാശിയിൽ പറയാണ്, നോക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ ഈ കൊലപാതകം നടത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പിന്നീട് അവിടെയുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് പോവാണ് ഭാസ്കർ. എന്നാൽ ഭയങ്കര ടെൻഷനിലാണ്. രാജീവ് ഗാന്ധി മരിച്ചതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളുണ്ടാവും. അതിനിടയിൽ ഈ കൊലപാതകം അന്വേഷിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ടഫുള്ള കാര്യമാണ്. ആ വിഷമത്തിൽ ഭാസ്കർ ഇരിക്കുമ്പോൾ കോൺസ്റ്റബിൾ ആയിട്ടുള്ള മുന്നേ വന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു സാറേ, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഇപ്പൊ SI ഭാസ്കർ പറയണ ആ ഐഡിയ അവസാനം എന്റെ തലയിൽ തന്നെ വന്ന് വീഴോടാ. ഇല്ല സാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതായത് സാർ ഈ കേസ് അന്വേഷിക്കാതെ നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഈ ഒരു കാര്യം ഏൽപ്പിക്കാം. അവൻ ആ കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേസ് തെളിയിച്ചത് സാറാണെന്ന് പറഞ്ഞാൽ പോരെ. അത് കഴിഞ്ഞാൽ സാറിന് പ്രൊമോഷനായി, പിന്നെ ബഹുമതികളായി, എന്തൊക്കെയാ സാറിന് ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സമയത്ത് SI ഭാസ്കർ ലോജിക്കലി ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇനി അവനെങ്ങാനും പോയിട്ട് ആ കേസ് അവനാ തെളിയിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ അല്ല കിട്ടാൻ പോകുന്നത്, സസ്പെൻഷൻ ആയിരിക്കും. ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതുപോലൊരു ഡിറ്റക്റ്റീവിനെ നമുക്ക് എവിടുന്ന് കിട്ടുമെന്ന് ഭാസ്കർ ചോദിച്ചപ്പോൾ ഈ കോൺസ്റ്റബിൾ മുന്നേ പറയുന്നത്, സാറേ എന്റെ ഒരു സുഹൃത്തുണ്ട്, ആളുടെ വിചാരം ഒരു ഷെർലക് ഹോംസ് ആണ്. വിചാരം മാത്രമല്ല കേട്ടോ, ആൾക്ക് നല്ല ബുദ്ധിയാ. ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു നല്ല കഴിവ് അവനുണ്ട്. സാറേ വലിയ കാശൊന്നും അവന് വേണ്ട, വലിയ പ്രശസ്തിയും അവന് വേണ്ട, അവന് വേണ്ടത് ആകെ കൂടെ കേസ് മാത്രമാണ്. ഇപ്പൊ SI ഭാസ്കർ പറയാണ്, എന്നാ പിന്നെ നിന്റെ കൂട്ടുകാരൻ ആ ഒരു ഷെർലക് ഹോംസിനോട് പറ ഈ കേസ് വന്ന് തെളിയിക്കാനായിട്ട്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള കുന്നംകുളം ഷെർലക് ഹോംസിനെ കാണിക്കുകയാണ്. അവനും അവന്റെ അച്ഛനും അമ്മയും കൂടെ ഒരു നാടകം കാണാൻ പോയിരിക്കും.
പരിശോധിക്കണം. നാടകം എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ കളക്ഷൻ അത് കാണാനില്ല, ആരോ മോഷ്ടിച്ചു. ഇപ്പൊ നാടകക്കാരെല്ലാം നേരെ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ പൈസ കണ്ടുപിടിച്ചു തരുമോ ചോദിക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ കുറെ നേരമായിട്ട് സ്റ്റേജിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ നാടകക്കാർക്ക് ദേഷ്യം വന്നു. നിന്നോട് കണ്ടുപിടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത്. ഇതേ നേരം തന്നെ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയാണ്, നിങ്ങളുടെ കൂടെ നാടകം കളിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ കയ്യിലാണ് പണം ഉള്ളത്, പോയി നോക്കുന്നു പറയണം. നാടകക്കാർ വേഗം ആ ഒരു സ്ത്രീയെ പരിശോധിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഷെർലക് ഹോംസിന്റെ അച്ഛനും അമ്മയും ചോദിക്കാണ്, അല്ല നിനക്ക് എങ്ങനെ ഈ കാര്യം മനസ്സിലായത്? അപ്പൊ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയാണ്, അത് പിന്നെ നാടകം കളിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നാടകത്തിലായിരുന്നു, എന്നാൽ ആ സ്ത്രീ മാത്രം അവരുടെ ബാഗിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അങ്ങനെയാണ് എനിക്ക് അവളെ കള്ളിയാന്ന് മനസ്സിലായത്. നാടകക്കാർ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കാശുണ്ടായിരുന്നു. ഇവര് തിരിച്ചു വന്ന് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിനോട് നന്ദി പറയാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഷെർലക് ഹോംസും അച്ഛനും അമ്മയും കൂടെ വീട്ടിലേക്ക് പോവാണ്. വീടും ഓഫീസും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടാ. ഇപ്പൊ ഷെർലക് ഹോംസ് ഉണ്ടല്ലോ അമ്മയോടും അച്ഛനോടും പറയാണ്, എന്റെ സമയം തെളിയാൻ പോവാണ്, കാരണം പോലീസുകാരാണ് ഒരു കേസ് ഏൽപ്പിക്കാനായിട്ട് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ഇത് കേട്ടപ്പോൾ അവന്റെ അച്ഛനും അമ്മയും ആകെ ഞെട്ടിപ്പോകുന്നത്. പോലീസുകാരാ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ വരികയാണ്. അപ്പൊ അവരുടെ മുന്നിൽ നമ്മുടെ മച്ചാൻ ഒരു ഷോ ഇടുന്നുണ്ട്. ബില്ലാദിനോ? അവനെ കണ്ടുപിടിക്കാനോ? എനിക്ക് പറ്റില്ല, കുറച്ച് ബിസിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ SI ഭാസ്കറിന് ഒരു കാര്യം മനസ്സിലായി, ഏതോ ഒരു ആളി കേസാണിത്, ഇതൊന്നും നടക്കില്ല, വാ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയണേ, എന്റെ പൊന്നു സാറേ പോലെ നമുക്ക് ആ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കാം, നോക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ആ ഒരു കേസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. അങ്ങനെ SI ഭാസ്കറിനെ കുന്നംകുളം ഷെർലക് ഹോംസ് കൺവിൻസ് ചെയ്യാണ്. അങ്ങനെ ആ ഒരു അന്വേഷണത്തിനായിട്ട് അവൻ ഇറങ്ങുകയാണ്. കൊലപാതകം നടന്ന ആ സംഭവ സ്ഥലത്തേക്ക് അവൻ ചെന്നിട്ട് അവിടെ മുഴുവനായിട്ട് മരിച്ച് പരിശോധിക്കുമ്പോൾ അവനൊരു മോതിരം കിട്ടുന്നുണ്ട്. ഇതേ നേരം ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അതൊരു ഫയലിലാക്കി കോൺസ്റ്റബിൾ മുന്ന അവന് കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് അത് കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കി നേരെ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഒരു ഷെർലക് ഹോംസ് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 ആൾക്കാരെ എനിക്ക് സംശയമുണ്ട്, എനിക്ക് അവരെ ചോദ്യം ചെയ്യണമെന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ഭാസ്കർ പറയണം, എന്റെ പൊന്നു മോനെ നീ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കല്ലേ, അത് എനിക്ക് പണിയാവും, അതുകൊണ്ട് നിനക്ക് കേസ് അന്വേഷിക്കാനായിട്ട് വേറൊരു സ്ഥലം ഞാൻ റെഡിയാക്കി തരാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ നിന്റെ സഹായത്തിനായിട്ട് ഞാനൊരു കോൺസ്റ്റബിളിനെയും അറേഞ്ച് ചെയ്യാം, കോൺസ്റ്റബിൾ ലക്ഷ്മി. കോൺസ്റ്റബിൾ ലക്ഷ്മി ഇപ്പോൾ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കേസ് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. അവർക്കായിട്ടൊരു സ്ഥലമുണ്ട്. ഇപ്പൊ ഒരു റൂമിൽ ബോധം കെട്ട് കിടക്കുന്ന കുറച്ച് പേരെ കാണിക്കുകയാണ്. ഈ സ്ഥലം തന്നെയാണ് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ആ ബോധം കെട്ട് കിടക്കുന്നതിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേൽക്കുകയാണ്. അവന്റെ പേര് ബാലു എന്നാട്ടോ. അപ്പൊ ബാലു ഞാനെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ബാലുവിനോട് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയാണ്, എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, ഇനി പറഞ്ഞു ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടതിൽ നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ സമയത്ത് ബാലു അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ നാട്ടിൽ നിന്നും പുറത്തു പോയിട്ട് മറ്റൊരു രാജ്യത്തിൽ നല്ല ജോലി ചെയ്ത് ജീവിക്കണം എന്ന് അവന് നല്ല ആഗ്രഹമാണ്. പക്ഷെ അതിന് നല്ല കാശ് വേണ്ടേ? ആ കാശിനായിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ അവൻ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് വിത്ത് ഒരു STD ബൂത്ത്. അങ്ങനെ നല്ല രീതിയിൽ അവന്റെ ലൈഫ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബാലു ബാമയെ കാണുന്നത്. ജോലിക്കായിട്ട് ഈ ബാമയും അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള അഞ്ജുവും എപ്പോഴും അതുവഴിയാണ് പോകുന്നത്. അങ്ങനെ എപ്പോഴും കണ്ട് അവളുടെ പിന്നാലെ പോയി അവസാനം ഈ ബാമയും ബാലുവും പ്രണയത്തിലാവുകയാണ്. ഒരു ദിവസം അവന്റെ STD ബൂത്തിലേക്ക് എന്തോ സംസാരിക്കാനായിട്ട് ബാമ വരികയാണ് കേട്ടോ. അതായത് ആരെയോ ഫോൺ വിളിക്കാനായിട്ട്. അവളുടെ സുഹൃത്തായിട്ടുള്ള അഞ്ജു പുറത്തിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ബാലുവിന്റെ ഒരു പരിചയക്കാരിയായിട്ടുള്ള ഒരു ചേച്ചിയെ തോന്നുന്നു ജാൻസി വന്ന് അവിടെ ഉണ്ടായിരുന്ന ബാമയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ അഞ്ജുവിനോട് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഏതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുവർത്താനങ്ങൾ. ഇതേ നേരം ഫോൺ വിളിയെല്ലാം കഴിഞ്ഞ് ബാമ പുറത്തേക്ക് വന്നിട്ട് അഞ്ജുവിനോട് ഒരു കാര്യം പറയാണ്, എങ്ങനെയെങ്കിലും നീ എന്റെ ചേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഞാൻ ഇതുപോലെ പുറത്തു പോയി എന്ന് അയാളോട് പറയരുത് കേട്ടോ, എനിക്ക് ബാലുവുമായിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ അഞ്ജുവിന്റെ ആ ഒരു ബലത്തിൽ ബാലുവും ബാമയും കൂടെ ബീച്ച് സൈഡിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതായത് ബാമയ്ക്ക് ഇപ്പൊ തീരെ പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്റെ ചേട്ടനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അമ്മ മരിക്കുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, അമ്മ എന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുമായിരുന്നു. എന്നാൽ ചേട്ടൻ അങ്ങനെയല്ല, ഒരു ഭയങ്കര കർക്കശക്കാരനാണ്. നാളെ ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണ്, ഈ കേക്ക് കട്ട് ചെയ്യുക അത് ആഘോഷിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ചേട്ടൻ അതൊന്നും ചെയ്യില്ല. ഇപ്പൊ ബാലു പറയാണ്, നീ എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ, നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം, തൽക്കാലം നമുക്കിപ്പോ പോവാന്ന് പറഞ്ഞിട്ട് അവര് ബൈക്കിൽ പോകുമ്പോൾ ഈ ബാമയുടെ ചേട്ടൻ അവരെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ബൈക്ക് കൊണ്ട് ഒരൊറ്റ പോക്കാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ബാമയെ അഞ്ജുവിന്റെ അടുത്തേക്ക് ആക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോന്ന് പറയാണ്. പക്ഷേ ബർത്ത്ഡേയുടെ അന്ന് രാത്രി ആയ സമയത്ത് നമ്മുടെ ചെറുക്കൻ ബാലു എന്തോ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പൊ അവന്റെ ആ ഒരു ഫ്രണ്ട് ചേച്ചി ഉണ്ടല്ലോ ജാൻസി വന്ന് എന്താ കാര്യം ചോദിച്ചപ്പോ അത് പിന്നെ ബാമയുമായിട്ട് വരുന്നത് അവളുടെ ചേട്ടൻ കണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമായി തോന്നുന്നു, അവളോട് ഞാൻ വാക്ക് പറഞ്ഞ് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന്. ഇപ്പൊ എന്തോ പറ്റാത്തതിലൊരു വിഷമം. ഇപ്പൊ ജാൻസി ചേച്ചി പറയാണ്, നീ എന്തിനാണ് ഈ പേടിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തരാന്ന് പറയണം. ഈ ജാൻസിയും ബാമയും ഈ അഞ്ജു എല്ലാം ജോലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാമയും അഞ്ജുവിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നൊരു ജോലി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ 3 പേരും പുറത്തേക്ക് പോകണം. ഇവരുടെ അടുത്തേക്ക് ബാലു വരുന്നുണ്ട്. അങ്ങനെ ബീച്ച് സൈഡിൽ വെച്ച് അന്ന് രാത്രി ഇവർ ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബാമയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബാലുവിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുന്നുണ്ട്. ഇപ്പൊ ജാൻസി ഉണ്ടല്ലോ, അവൾ അഞ്ജുവിനോട് പറയാണ്, രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ചോട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും മാറിപ്പോവാണ്. ഇപ്പൊ ബാമയും ബാലും കൂടെ കാറിൽ ഇരുന്നുകൊണ്ട്
റൊമാൻറ്റിക് ആയി ഒന്ന് സംസാരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ സിനിമയുടെ ആരംഭത്തിൽ നമ്മളൊരു പോലീസുകാരനെ കണ്ടില്ലേ, ചന്ദ്രു. ഇയാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് ടോർച്ച് അടിച്ചു നോക്കുകയാണ്. എന്താണ് രണ്ടും കൂടെ അതിന്റെ ഉള്ളിൽ പരിപാടി എന്ന് ചോദിക്കുകയാണ്. ആകെ പേടിച്ചു പോയ നമ്മുടെ ബാമയും ബാലും കൂടെ വേഗം പുറത്തേക്ക് വന്നിട്ട് ഒന്നുമില്ല സാറേ, ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാൻ വന്നതാണ്. ഓഹോ, ബർത്ത്ഡേ ആണോ? എന്നിട്ടാണോ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത്? രണ്ടും ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്ന പറയണം. പക്ഷെ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബാലുവിനെ കണ്ടിട്ട് ഈ ചന്ദ്രുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. പിന്നീട് ബാമയും തല്ലാൻ നോക്കുന്ന സമയത്ത് ആ തെങ്ങിൻതോപ്പിൽ നിന്നും എന്തോ ഒരു കരച്ചില് ശബ്ദം കേട്ട് ഇവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് ഓടിപ്പോയി നോക്കുകയാണ്. ബാമയും ബാലും അതുപോലെ തന്നെ ഈ പോലീസുകാരനായിട്ടുള്ള ചന്ദ്രുവും. എന്നാൽ അവിടെ ചെന്ന സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നത്. നേരത്തെ ജാൻസി ചേച്ചിയും അതുപോലെ തന്നെ അഞ്ജുവും കൂടെ ആ തോട്ടത്തിലേക്ക് പോയില്ലേ, അതിൽ ആ ഒരു അഞ്ജു അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. ഇപ്പൊ ചന്ദ്ര ചോദിക്കുകയാണ്, എന്താടാ ഇവിടെ വല്ല ഉടായ്പുണ്ടോ? നിങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണോ ഈ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞത്? എന്നാൽ ബാലും ബാമയൊക്കെ പറയണ സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നത് ചന്ദ്രു പറഞ്ഞപ്പോ പരമാവധി ഈ ചന്ദ്രുവിന്റെ കാല് പിടിച്ച് ബാലു പറയുന്നുണ്ട്, സാറേ പോലീസിന് വിളിക്കല്ലേ, കാര്യങ്ങൾ പറയുന്നൊന്നും മനസ്സിലാക്കുന്നു പറയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ചന്ദ്രു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അയാൾ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ജാൻസിയും ബാലും ബാമയും കൂടിയിട്ട് അഞ്ജുവിന്റെ ബോഡി അവിടെ തന്നെ കുഴിച്ചിടുകയാണ്. ഇതെല്ലാം ഇപ്പോ കുന്നംകുളം ഷെർലക് ഹോംസിനോട് ബാലു പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ബാലുവിനോട് ഷെർലക് ഹോംസ് ചോദിക്കുകയാണ്, എന്താടാ നീയൊക്കെ കാണിച്ചു കൂട്ടിയത്? അപ്പൊ ബാലു കരഞ്ഞുകൊണ്ട് പറയണം, എന്റെ പൊന്നു സാറേ ഞാൻ പുറം രാജ്യത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു കേസ് എന്റെ മേലെ വന്നു കഴിഞ്ഞാൽ എന്റെ പോക്ക് മുടങ്ങും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അന്ന് രാത്രി വേറെ എന്താ സംഭവിച്ചത് വിശദമായിട്ട് പറഞ്ഞെന്ന് പറയണം. അത് പിന്നെ സാറേ അന്ന് രാത്രി കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ മൂന്ന് പേരും കാറിൽ വരുന്ന സമയത്ത് ആ ഒരു ബോഡി മറച്ചു വെച്ച കാര്യം തന്നെയാണ് നല്ലതെന്ന് ബാമ എന്നോട് പറഞ്ഞു. കാരണം എന്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടണമല്ലോ, ഇതുപോലെ കേസോ കാര്യങ്ങളോ വന്നാൽ നിനക്കത് കിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് ആ പോലീസുകാരന്റെ തലയിൽ ഇട്ട് കൊടുക്കുന്ന ബാമ പറഞ്ഞിരുന്നു. അതായത് ബാലുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ബാമ പറഞ്ഞതാണ്. ആ രാത്രിയിൽ അവർ ആ ഒരു കാർ കൊണ്ട് പോകുന്ന സമയത്താണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ പോലീസുകാർ ടൗണിലൂടെ പോകുമ്പോൾ ഒരു കാർ ഇരുട്ടത്തേക്ക് മറിഞ്ഞിരിക്കുന്നതായി കാണിച്ചില്ലേ. അത് മറ്റാരുമല്ല, നമ്മുടെ ബാമയും ബാലും അതുപോലെ തന്നെ ജാൻസിയും പോയിരുന്ന ആ ഒരു കാറായിരുന്നു. എന്തായാലും ആ ഒരു കൊലപാതകവുമായിട്ട് ബാലുവിന് നേരിട്ട് ബന്ധമില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിനും അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കോൺസ്റ്റബിൾ ലക്ഷ്മിക്കും. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നു പോവാണ്. ഇപ്പൊ കേസ് അന്വേഷണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ബീച്ച് സൈഡിൽ പോയിട്ട് വിശദമായിട്ട് തന്നെ അവിടെ പരിശോധിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ SI ഭാസ്കർ വരികയാണ്. എന്തായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുന്നംകുളം ഷെർലക് ഹോംസ് പറയുന്നത്, സാറെ പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ മരിച്ചുപോയ പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണമെന്ന് പറയാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കിട്ടണമെങ്കിൽ ഒരാഴ്ചക്ക് മുകളിലാവും. പക്ഷെ അതിന് മുന്നേ നീ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നു പറയണം. അതുപോലെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി സാറേ. അതിന് മുന്നേയായിട്ട് എനിക്ക് വേറൊരാളെ കൂടെ ചോദ്യം ചെയ്യാനുണ്ട്. ഇപ്പൊ ഷെർലക് ഹോംസ് നേരെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുന്നത് ബാമയാണ്. ബാമയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. എന്നാൽ ബാമയോട് പറയാണ്, നിന്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ബാലു, അവൻ എല്ലാ കാര്യം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് തത്തയല്ല താറാവ് പറയുന്ന പോലെ സത്യം പറഞ്ഞു എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ബാമ അവളുടെ ലൈഫിനെ കുറിച്ച് പറയാണ്. അവളുടെ അമ്മ മരിക്കുന്നവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ ഒരു ദുഷ്ടയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു. എന്തിനും ഏതിനും അവളെ കുറ്റം പറയും. പിന്നീട് ആ സ്ത്രീയുടെ സ്വഭാവം പോലെ തന്നെ അവളുടെ ചേട്ടന്റെയും സ്വഭാവം മാറാൻ തുടങ്ങി. എന്ത് ചെയ്താലും ബാമയ്ക്ക് കുറ്റം മാത്രം. അങ്ങനെ ഒരു ദിവസം ബാമയോട് അവളുടെ ചേട്ടൻ പറയാണ്, നിന്റെ ചുറ്റിക്കളിയൊക്കെ അത്യാവശ്യം എനിക്ക് അറിയുന്നുണ്ട്, വല്ല പ്രേമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വന്നാണ്ടല്ലോ കൊന്ന് കുഴിച്ചു മൂടുന്നു പറയാണ്. ജോലിക്ക് പോകുന്നതിന് മുന്നെയാണ് അവളെ ചേട്ടൻ ഇങ്ങനെ ചീത്ത പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം അങ്ങോട്ടേക്ക് ബാമയെ കൂട്ടാൻ വന്ന അവളുടെ കൂട്ടുകാരി അഞ്ജുവും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് അഞ്ജു ചോദിക്കുന്നുണ്ട്, ബാമേ നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയാവില്ലേ? ഇപ്പൊ ബാമ പറയണേ, എനിക്കതൊന്നും വിഷയമില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് എന്റെ ലൈഫിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ചേട്ടൻ എനിക്കത് തന്നിട്ടില്ല, ഒരു സമാധാനം തന്നിട്ടില്ല. പക്ഷേ ബാലു എന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനൊന്ന് ചിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും നേരെ ആ ഒരു ഫോൺ ബൂത്തിലേക്ക് ചെല്ലുകയാണ്. അതായത് ബാലുവിന്റെ ആ ഒരു കടയിലേക്ക്. പിന്നീട് അവിടെ നിന്നാണ് നമ്മുടെ ബാമയും ബാലും കൂടെ ബീച്ച് സൈഡിലേക്ക് പോയിട്ട് അവളുടെ ബർത്ത്ഡേ ആണ്, ചേട്ടൻ ഭയങ്കര കർക്കശക്കാരനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് ബാലു പറഞ്ഞല്ലോ നിന്റെ ബർത്ത്ഡേ ഞാൻ നന്നായിട്ട് ആഘോഷിക്കാന്നൊക്കെ. എന്നാൽ അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു വരുന്ന വഴിക്ക് ബാമയുടെ ചേട്ടൻ ഇവരെ കണ്ടായിരുന്നു. സേഫായിട്ട് ബാലു ബാമയെ അഞ്ജുവിന്റെ അടുത്ത് ആക്കി കൊടുത്തെങ്കിലും ബാമയുടെ അടുത്തേക്ക് അവളുടെ ചേട്ടൻ വന്നിട്ട് പറയണ, നോക്കിക്കോ ഇതിനുള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ട് തരാം. പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ വീട്ടിലേക്ക് വന്നിട്ട് ബാമയെ നന്നായിട്ട് തല്ലിയായിരുന്നു. അങ്ങനെ ആ ഒരു തല്ല് കൊണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ബാമയെ ജാൻസി ചേച്ചി വിളിക്കുന്നത്. അതായത് അവിടെ ആ ഓഫീസിൽ എന്തോ ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. വിളിച്ചത് ഒരു പെണ്ണായതുകൊണ്ട് തന്നെ പൊയ്ക്കോന്ന് പെർമിഷൻ ബാമയ്ക്ക് അവളുടെ ചേട്ടൻ കൊടുക്കുകയാണ്. അങ്ങനെ ബാമയെ കൂട്ടാനായിട്ട് അവളുടെ സുഹൃത്തായിട്ടുള്ള അഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അഞ്ജുവിന്റെ കൂടെ ബാമ പുറത്തേക്ക് വന്നു. അങ്ങനെ ജാൻസി ചേച്ചിയുടെ അടുത്തേക്ക് പോയി. പിന്നെ മൂന്ന് പേരും കൂടെ ബീച്ചിലേക്ക് പോയി. അവരുടെ അടുത്തേക്ക് ബാലുവും വന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ ബർത്ത്ഡേ ആഘോഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാൻസി ചേച്ചി പറഞ്ഞു, ഈ ബാമയും ബാലും കൂടെ എന്തെങ്കിലും സംസാരിച്ചോടെ, നമുക്കൊന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് ജാൻസിയും അഞ്ജുവും കൂടെ അവിടെ ഉണ്ടായിരുന്ന തെങ്ങിൻതോപ്പിന്റെ അടുത്തേക്ക് പോയി. പിന്നീട് കാറിലിരുന്നുകൊണ്ട് ബാമയും ബാലും കൂടെ ഒന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോൾ മൂന്ന് റൗഡികൾ അങ്ങോട്ടേക്ക് വരികയാണ്. രണ്ടുപേരോടും വളരെ മോശമായിട്ട് പെരുമാറാൻ നോക്കുകയാണ്. ഈ സമയത്താണ് ഇവര് ആ ഒരു തെങ്ങിൻതോപ്പിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നത്. കരഞ്ഞത് ജാൻസി ചേച്ചിയായിരുന്നു. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അഞ്ജു അവിടെ മരണപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് കണ്ടത്. അപ്പൊ ഇത് കണ്ട പാട് തന്നെ ഈ മൂന്ന് റൗഡികളും പേടിച്ചു പോവാണ്. അവരപ്പം തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. എന്നാൽ ഇത് കണ്ടപ്പോൾ ഇപ്പൊ ബാമ
ബാമ വിചാരിക്കുകയാണ് ചിലപ്പോൾ അഞ്ജുവിനെ കൊന്നത് ഈ 3 റൗഡികളായിരിക്കും. പക്ഷെ ഈ വിവരം പുറത്തറിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അഞ്ജുവിന്റെ ബോഡി എടുത്ത് ഇവര് നേരെ കടലിലേക്ക് എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ബാമയോട് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് ചോദിക്കുന്നുണ്ട്, എടി അത് നിന്റെ കൂട്ടുകാരിയായിരുന്നില്ലേ? അവളെ കൊന്നത് ആരാണെന്ന് ഏകദേശം ഒരു സംശയം നിനക്ക് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് പോലീസുകാരോട് പിന്നെ അത് പറഞ്ഞില്ല? നിന്റെ കൂട്ടുകാരി അല്ലായിരുന്നു അവള്? ഇപ്പൊ ബാമ പേടിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഈ കാര്യം എങ്ങാനും എന്റെ ചേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. മാത്രമല്ല ബാലുവിന് പുറത്തേക്ക് പോകാനുള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനൊരു കേസ് വന്നാൽ അവനും പ്രശ്നമാവും. അതുകൊണ്ട് അവനും എന്നോട് കാല് പിടിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ വിഷയമൊന്നും ഞങ്ങൾ ആരോടും പറയാതിരുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശരി ഇപ്പൊ തൽക്കാലം പോയിക്കോന്ന് കുന്നംകുളം ഷെർലക് ഹോംസ് പറയണം. എന്നാൽ അവൾ പോയി കഴിഞ്ഞപ്പോൾ എന്താ ഇത്? ബാലുവിനോട് ചോദിച്ചപ്പോൾ ഒരു കഥ, അതുപോലെ തന്നെ ബാമയോട് ചോദിച്ചപ്പോൾ മറ്റൊരു കഥ. ഇതിലേതാണ് സത്യം? ഇതേ സമയം തന്നെ അന്ന് കടലോരത്ത് വെച്ച് SI ഭാസ്കറിനോട് ബെറ്റ് വെച്ച ഒരു ന്യൂസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നില്ലേ? ഇയാളിപ്പോ അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് സ്ത്രീകളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി കേസ്? ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഭാസ്കറിനോട് സംസാരിക്കുന്ന സമയത്ത് ഭാസ്കർ പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞത് ഒരാഴ്ചയല്ലേ, ഇപ്പൊ 3 ദിവസം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മര്യാദക്ക് തിരിച്ചുപോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാന്ന് പറയണം. ഇതിനുശേഷം വേഗം തന്നെ കോൺസ്റ്റബിൾ ലക്ഷ്മി വിളിച്ചിട്ട് എന്തായി കാര്യങ്ങളെന്ന് ഭാസ്കർ ചോദിക്കുകയാണ്. ലക്ഷ്മി പറയണം, സാറേ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, അന്വേഷണം നന്നായിട്ട് നടക്കുകയാണ്. പിന്നീട് ഫോൺ വെക്കുകയാണ്. ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്തേക്ക് കുന്നംകുളം ഷെർലക് ഹോംസ് വന്നപ്പോ, എടോ എന്തായി നമ്മുടെ അന്വേഷണം? SI വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഷെർലക് ഹോംസ് പറയാണ്, നീ പേടിക്കല്ലേ, നമുക്ക് അധികം വൈകാതെ ആ ഒരു കേസ് തെളിയിക്കാന്നേ. ഇതിനുശേഷം ഇവര് 3ാമത് വിളിപ്പിക്കുന്നത് ജാൻസി ചേച്ചിയാണ്. ഇപ്പൊ ജാൻസി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയാണ്, നീ ആദ്യം പറയണ്ട, നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാന്ന് പറയണം. അതായത് ഈ നാട്ടിലുള്ള ആളല്ല ജാൻസി, അവൾ പുറംനാട്ടിൽ നിന്ന് വന്നതാണ്. അതും അവളുടെ ഭർത്താവിനെ ചീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു അവിഹിത റിലേഷൻ അവൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതൊരാണല്ല, അതൊരു പെണ്ണാണ്. സത്യം പറഞ്ഞാൽ ജാൻസി ഒരു ലെസ്ബിയൻ ആയിരുന്നു. അന്ന് അവളുടെ ആ ഒരു നാട് വിട്ട് വരുമ്പോൾ ഭർത്താവിന്റെ കുറച്ച് കാശൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. സോ ജാൻസിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല, കുറച്ച് മോശമാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് വന്നിട്ടും നിന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി കാമഭ്രാന്ത് ഇപ്പോഴും ഉണ്ട് അല്ലേ? പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുകയാണ്. അതായത് അന്ന് നമ്മുടെ ബാമ അതുപോലെ തന്നെ ബാലു അവർ STD ബൂത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്നേരം അങ്ങോട്ടേക്ക് ഈ ജാൻസിയും അവളുടെ ഒരു ഫ്രണ്ടും കൂടി ഒരു കാറിൽ വന്നു. എന്നിട്ട് ആ ഒരു ഫോൺ ബൂത്തിലേക്ക് ജാൻസി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി ചോദിക്കുകയാണ്, എന്താണ് ആ ചെറുക്കൻ ബാലുവിനോട് നിനക്കൊരു ഇഷ്ടമുണ്ടോ? അപ്പൊ ജാൻസി പറയാണ്, ബാലു അല്ല, ആ പുറത്തിരിക്കുന്ന പെണ്ണ് കണ്ടോ, അഞ്ജു, അവളോടാണ് എനിക്ക് കൃഷി എന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് ചെന്ന് ജാൻസി അഞ്ജുവോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം അത് നമ്മൾ മുന്നേ കണ്ടതാണല്ലോ. എന്തായാലും ആ നേരത്താണ് ബാമയും ബാലും പറയുന്നത്, ഞങ്ങൾക്കൊന്ന് രഹസ്യമായിട്ട് സംസാരിക്കണം, ബീച്ചിലേക്ക് പോകാന്നുണ്ട്. അവരവിടുന്ന് പോയി. ഈ നേരം ജാൻസി അഞ്ജുവും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ജാൻസി അഞ്ജുവിനോട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിന്നെ കാണാൻ. അതെല്ലാം കേട്ടപ്പോൾ അഞ്ജുവിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ആണോ, സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് സംസാരിക്കുമ്പോൾ, നിന്നെ കാണാൻ ഭയങ്കര രസമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ, കല്യാണം കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അഞ്ജു ആകെ ഞെട്ടിപ്പോയി. നീ എന്താ പറയുന്നത്? കല്യാണം കഴിക്കാന്നോ? ഒരു പെണ്ണും എങ്ങനെയാ കല്യാണം കഴിക്കുക? വൃത്തിയോട് പറയരുത് കേട്ടോ, എനിക്കത് തീരെ ഇഷ്ടമാവുന്നില്ല. ഈ നേരത്തെ പെട്ടെന്ന് തന്നെ ജാൻസി പറയണം, സോറി അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തായാലും എന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കുമല്ലോ നീ. ഞാൻ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. എന്തായാലും അഞ്ജുവിന് ജാൻസി ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ വല്ലാണ്ടായി പോവാണ്. കാരണം അവൾ ചോദിച്ചിരിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ലല്ലോ. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് ബാമയും ബാലുവും വരുന്നത് കേട്ടോ. അതായത് അവരുടെ ചേട്ടനെ കണ്ട് പേടിച്ചാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ബാമ വന്നപാട് തന്നെ അഞ്ജുവിനോട് പറയണ, ആകെ പ്രശ്നമായി, ചേട്ടൻ കണ്ടു എന്നിട്ട് അവർ വേഗം അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ അന്ന് രാത്രിയായ സമയത്ത് ജാൻസി ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ ഇഷ്ടം അവള് നിരസിച്ചല്ലേ, അവള് സന്തോഷമായിട്ട് ജീവിക്കില്ല, ഒരുത്തന്റെയും കൂടെ അവള് ജീവിക്കാനും പോകുന്നില്ല. അങ്ങനെ പിറുപിറുത്ത് ആ ഒരു ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് ബാലുവിന്റെ സങ്കടം ജാൻസി കാണുന്നത്. പിന്നീട് ജാൻസി ആണല്ലോ അന്ന് രാത്രി ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ സെറ്റ് ആക്കിയത്. അങ്ങനെ കേക്കെല്ലാം മുറിച്ചു കഴിഞ്ഞപ്പോൾ ജാൻസി ഇപ്പൊ അഞ്ജുവിനോട് പറയാണ്, അവർ രണ്ടുപേരും എന്തെങ്കിലും സംസാരിച്ചിരുന്നോട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാന്ന്. അങ്ങനെ ജാൻസി അഞ്ജുവും കൂടെ ആ ഒരു തെങ്ങിൻതോപ്പിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. എന്നാൽ അഞ്ജുവിനാണെങ്കിൽ ജാൻസിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ചളിപ്പ്. ഇതേ നേരത്ത് ജാൻസി പറയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് മറക്കാൻ പറ്റില്ല നിന്നെ. ബാക്കി എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് കാര്യങ്ങൾ പറയാണ്. അതായത് ഒരുപാട് തവണ ജാൻസി അവളുടെ ഇഷ്ടം അഞ്ജുവിനോട് പറഞ്ഞെങ്കിലും അത് നിരസിച്ച് അഞ്ജു അവിടെ നിന്ന് പോയി. എന്നാൽ അവളെ കടന്നു പിടിച്ച് അവളെ ചുംബിക്കാൻ നോക്കിയ സമയത്ത് അവൾ അതിന് സമ്മതിച്ചില്ല. അപ്പൊ ആ ഒരു ദേഷ്യം കാരണം ജാൻസി മിക്കവാറും കയ്യിലൊരു കത്തി ഉണ്ടാവും, ആ കത്തി വെച്ച് അഞ്ജുവിനെ കുത്തി കൊന്നുകളഞ്ഞു. ഇതല്ലേ ഉണ്ടായത് എന്ന് നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയാണ്. മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി കൊലയാളിയെ പിടിച്ചു എന്ന് SI ഭാസ്കറിനോട് പറയാൻ വേണ്ടി പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ജാൻസി പറയുന്നത്, സാറേ നിങ്ങൾ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്, ഞാൻ അവളെ ചുംബിക്കാനൊക്കെ ശ്രമിച്ചു, ഫലമായിട്ട് കടന്നു പിടിക്കാൻ ശ്രമിച്ചു, സത്യമാണ്. എന്നാൽ ആ സമയത്ത് അവളുടെ കയ്യിൽ കിട്ടിയ എന്തോന്ന് വെച്ച് എന്റെ മണ്ടക്കിട്ട് ഒരൊറ്റ അടി അടിച്ചു. ആ അടിയിൽ എന്റെ ബോധം പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോഴാണ് അവൾ മരിച്ചു കിടക്കുന്നത് ഞാൻ കാണുന്നത്. അതായത് എന്റെ ബോധം പോയ സമയത്ത് ആരും ഒരാൾ വന്നിട്ട് അവളെ കൊന്നു. പക്ഷെ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞാനാകെ പേടിച്ചുപോയി. ആ ശബ്ദം കേട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കുന്നംകുളം ഷെർലക് ഹോംസ് പറയണ, അങ്ങനെ ആയിരിക്കില്ല, നീ തന്നെയാണ് കൊലയാളി, നീ പോലീസുകാരെ
കബളിപ്പിക്കാൻ നോക്കുകയാണ്. അതിനുവേണ്ടി നീ വേറൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ട്. ബാമയും ബാലുവിനെയും നീ ബ്രെയിൻ വാഷ് ചെയ്തു. രണ്ടുപേരോടും പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ കഥ പറയാൻ വേണ്ടി നീ പറഞ്ഞു. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് നിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ, അതായത് അന്ന് കാറിലുണ്ടായിരുന്ന ആ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് തന്നെയാണ് പോലീസിന് പോയിട്ട് ഈ മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. എന്നാൽ അപ്പോഴും ജാൻസി പറയുന്നത്, സാറേ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏകദേശം ശരിയാണ്, പക്ഷേ അവളെ കൊന്നത് ഞാനല്ല, ഞാൻ മോശപ്പെട്ട ആളെന്നെയാണ്. പക്ഷെ ഒരാളെ കൊല്ലാൻ മാത്രം അത്ര ധൈര്യമൊന്നും എനിക്കില്ല സാറേ. എന്നാൽ ഇതൊന്നും നമ്മുടെ ഷെർലക് ഹോംസ് വിശ്വസിക്കുന്നില്ല. കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയ സമയത്ത് കുന്നംകുളം ഷെർലക് ഹോംസ് ഒന്ന് ഞെട്ടിപ്പോവാണ്. അതായത് ആ പെൺകുട്ടിക്ക് കത്തി കൊണ്ട് കുത്തേറ്റിരിക്കുകയാണ്. എന്നാൽ ആ കുത്ത് കിട്ടിയ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ കൊലയാളി ഏകദേശം ഒരു 6 അടി 5.5 അടി ഹൈറ്റ് ഉണ്ടാവണം. എന്തായാലും ഈ ജാൻസിക്ക് അത്ര ഉയരൊന്നുമില്ല. അതുകൊണ്ട് മിക്കവാറും അവളെല്ലാം ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു ആണുങ്ങളായിരിക്കും. ഇപ്പോ 5 പേരെയാണ് നമ്മുടെ ഷെർലക് ഹോംസ് സംശയിക്കുന്നത്. ഒന്ന് ബാലു, അതുപോലെ തന്നെ അന്ന് രാത്രി വന്ന പോലീസുകാരനായിട്ടുള്ള ചന്ദ്രു, പിന്നെ അന്ന് വന്ന ആ ഒരു 3 റൗഡികളിൽ ഈ 5 പേരിൽ ഒരാളായിരിക്കണം ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും വീണ്ടും നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് ആകെ കൺഫ്യൂഷൻ ആയി പോവാണ്. അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു പ്രത്യേകതരം മാസ്ക് ഇട്ട് ഒരാൾ പോകുന്നുണ്ട്. ആഹാ, ഇത്തവണ അവനെ പിടിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ അരികിലേക്ക് പോയി അവനെ പിടിച്ചെങ്കിലും ആ മാസ്ക് മാത്രമേ ഷെർലക് ഹോംസിന്റെ കയ്യിൽ കിട്ടിയുള്ളൂ. എന്തായാലും ഇതിനുശേഷം ഷെർലക് ഹോംസ് മറ്റൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസുകാരനായിട്ടുള്ള ചന്ദ്രു ഉണ്ടല്ലോ, അയാളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് അവൻ വിളിച്ച എന്തായാലും ചന്ദ്രു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭാസ്കർ വഴി അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താണ്. കാരണം ചന്ദ്രു ഒരു പോലീസുകാരനാണ്. ആ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രേമിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കലിപ്പ്? അതിനുള്ളൊരു കാരണവും ചന്ദ്രു ഇപ്പൊ പറയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും വിവാഹം കഴിഞ്ഞു, കുറെ ദിവസം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അവർക്കൊരു കുഞ്ഞുണ്ടായില്ല. അതുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു, നന്നായിട്ട് നോക്കി വളർത്തി വലുതാക്കി. 17 വയസ്സായപ്പോ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചൊടി പോയി. മകൾ അങ്ങനെ പോയത് കൊണ്ട് തന്നെ ആ ഷോക്കിൽ ഇയാളുടെ ഭാര്യ തളർന്നു വീണുപോയി. ഇയാളുടെ ലൈഫ് പിന്നീട് ഒരു നരകം പോലെയായി. അതുകൊണ്ട് തന്നെ ഈ പ്രേമിക്കുന്നവരെ കാണുന്ന സമയത്ത് ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇതിന്റെ പേരിൽ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല വാണിംഗ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇയാൾ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, പ്രേമിക്കുന്നവരോട് എനിക്ക് ഇപ്പോഴും വെറുപ്പാണ്. എവിടെയെങ്കിലും ഇങ്ങനത്തെ ടീമിനെ കണ്ടാൽ ഞാൻ ആട്ടിപ്പായിക്കും. അതൊക്കെ പോട്ടെ, അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് പിന്നീട് ചന്ദ്രുവിനോട് ചോദിക്കുകയാണ്. ചന്ദ്രു കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് രാത്രി ഇവരെ ഞാൻ കാറിൽ വെച്ച് കണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ കാറിൽ വെച്ച് ഇവരെ പുറത്തേക്ക് ഇറക്കി. ആ ചെറുക്കൻ നന്നായിട്ട് സംസാരിച്ചുകൊണ്ട് അവനിട്ട് ഞാൻ ഒന്ന് കൊടുത്തു. എന്നാൽ ഈ പെൺകുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്തേക്ക് ചെന്നത്, അല്ലാതെ ഞാൻ അവളെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. ആ സമയത്താണ് തെങ്ങിൻ തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നും കരച്ചിൽ കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ആരാണെന്നറിയില്ല എന്റെ തലയ്ക്ക് പിന്നിലായിട്ട് ഭയങ്കരമായിട്ട് ഒരു അടി കിട്ടി. കുറച്ചു നേരം എന്റെ ബോധം പോയി. പിന്നെ ഞാൻ രാവിലെ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുമ്പോഴാണ് പത്രത്തിൽ രാജീവ് ഗാന്ധി മരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്നിരുന്ന ആ ഒരു സംഭവത്തിന്റെ പിന്നാലെ പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ആകെ ബിസി ആയി പോയി. അപ്പോൾ ആ ഒരു കൊലപാതകം ചെയ്തത് അതിന്റെ പിന്നിൽ ഈ ചന്ദ്രു ഇല്ല. പിന്നീട് പല രീതിയിലും നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. യാതൊരു ലീഡും ഇതുവരെയായിട്ടും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ആ റിപ്പോർട്ടർ ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഭയങ്കര ശല്യം, ഒരു രക്ഷയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് SI ഭാസ്കർ നമ്മുടെ ഷെർലക് ഹോംസിനെ വിളിക്കുക കേട്ടോ. അപ്പൊ ഷെർലക് ഹോംസ് പറയുന്നത്, സാറേ കുറച്ച് സാവകാശം എന്താ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ പറയണം, ഒരു 3 പേരുണ്ട്, അവരെയും കൂടെ എനിക്കൊന്ന് ചോദ്യം ചെയ്യണം. അത് മറ്റാരുമല്ല, ആ ഒരു 3 റൗഡികളുണ്ടല്ലോ അവന്മാര് തന്നെ. നല്ല രീതിയിൽ ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ നല്ല പെടവെടുത്തപ്പോൾ അവർ മണി പോലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് അന്ന് രാത്രിയിൽ ബീച്ചിൽ മീൻ പിടിക്കാൻ പോയതാണ് ഇവർ 3 പേരും. ആ നേരം ചെറുതായിട്ടൊന്ന് റൊമാൻറ്റിക്കാൻ വന്ന 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു ചെറുക്കനെ തല്ലിയിട്ട് ആ ഒരു പെണ്ണിനെ ബലമായിട്ട് പിടിച്ച് 3 പേരും കൂടെ റേപ്പ് ചെയ്തു. പിന്നീട് 2 പേരും അവിടുന്ന് പോവാണ്. അതായത് ഇവരുടെ ഫാമിലിക്ക് അറിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് കരുതിയിട്ട് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആ പെണ്ണും ചെക്കനും അവിടുന്ന് പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുന്നംകുളം ഷെർലക് ഹോംസ് വിചാരിക്കുകയാണ്, ഇതേത് കേസ്? ഇവരോട് ചോദിക്കുന്നത് ആ കാറിൽ വന്ന ചുവന്ന കാറിൽ വന്ന ആൾക്കാരെ കുറിച്ചാണ്. എന്നാൽ ഇവന്മാര് ശരിക്കും ആ രാത്രിയിൽ ബീച്ചിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് ഇതുപോലെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ ചുവന്ന കാർ ഇവർ കാണുന്നത്. ആ നേരത്ത് അതിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല, കുറച്ച് കാശുണ്ടായിരുന്നു, അത് ഇവർ മോഷ്ടിക്കുകയാണ്. ആ നേരത്താണ് തെങ്ങിൻതോപ്പിൽ നിൽക്കുന്ന കുറച്ചുപേരെ ഈ 3 റൗഡികൾ കാണുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ബാമ, ബാലു, അതുപോലെ തന്നെ ജാൻസി, ഇവരുടെ തൊട്ടടുത്ത് തന്നെ മരിച്ചു കിടക്കുന്ന അഞ്ജു. അപ്പൊ റൗഡികൾ ഇവരവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ അഞ്ജുവിന്റെ മരണവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അഞ്ജുവിനെ കൊന്നത് ഇവരെല്ലാം എന്നും പറയാണ്. പക്ഷെ ആ രാത്രിയിൽ ഇവർ 3 പേരും കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്, റേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തെങ്ങിൻതോപ്പിൽ ഇതുപോലെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ 3 പേരും ഒന്ന് ചെറുതായിട്ട് പേടിച്ചുപോയി. 3 പേരും അവിടുന്ന് സ്ഥലം വിടുകയാണ്. അതുകൊണ്ടാണ് സിനിമയുടെ ആരംഭത്തിൽ പോലീസുകാരുടെ ആ ഒരു വണ്ടി കണ്ടപ്പോൾ 3 പേരും ഈ പിച്ചക്കാരുടെ അരികിൽ പോയി കിടന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ 3 റൗഡികളും അല്ല കൊലപാതകികൾ, പിന്നെ ആരായിരിക്കും? അതായത് ഇപ്പൊ യാതൊരു ലീഡും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. SI ഭാസ്കറിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭാസ്കറും ആകെ ടെൻഷനിലാവുകയാണ്. ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ, ഞാൻ ആകെ നാണം കെട്ടത് തന്നെ, നീ എന്തായാലും ഈ പണി ചെയ്യേണ്ട, ഇതിനുള്ള കഴിവ് നിനക്കില്ല, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ SI ഭാസ്കർ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസിനെ അവിടുന്ന് പറഞ്ഞേക്കാണ്. പാവം നമ്മുടെ ഷെർലക് ഹോംസ് ആകെ ഇൻസൾട്ടഡ് ആയിപ്പോയി. പക്ഷെ ഒരു ദിവസം കൂടെ അവന് കിട്ടിയായിരുന്നെങ്കിൽ ആ ഒരു കേസ് തെളിയിക്കുന്ന അവന് ഉറപ്പ് പറയുന്നുണ്ട്, എന്തായാലും
എന്തായാലും ആ ഒരു ടെൻഷനിൽ പുറത്ത് നിൽക്കുമ്പോൾ ഒരു മഴ പെയ്യാണ്. അപ്പൊ കോൺസ്റ്റബിൾ ലക്ഷ്മി വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാ ഈ കേസിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇത് വിട്ടേക്ക്, ഒഴിവാക്കിയേക്ക്. എന്നാൽ കുന്നംകുളം ഷെർലക് ഹോംസ് പറയുന്നത്, അത് നടക്കില്ല. ഈ കേസ് തെളിയിച്ചാലേ എനിക്ക് മറ്റൊരു കേസ് തെളിയിക്കാൻ പറ്റുള്ളൂ. എന്താ ആ ഒരു കാര്യം എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഷെർലക് ഹോംസ് അവന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരും. ഞാൻ നല്ലൊരു പോലീസുകാരനായി മാറുമെന്നാണ് അവരെപ്പോഴും എന്നോട് പറഞ്ഞത്. അതിനുവേണ്ടി എനിക്കെല്ലാം അവർ ചെയ്തു തന്നു. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അച്ഛനും അമ്മയും അത് എന്റെ അച്ഛനും അമ്മയെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വളർന്നു വലുതായി പോലീസ് ടെസ്റ്റ് ചെയ്ത് എന്റെ കൂട്ടുകാരനായിട്ടുള്ള മുന്ന കോൺസ്റ്റബിളായി. ഞാൻ എഴുതിയത് SI ടെസ്റ്റ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് കിട്ടിയില്ല. എന്തായാലും അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറയണ്ട, അടുത്ത തവണ എഴുതിയിട്ട് അവരോട് പറയാന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം ഷെർലക് ഹോംസിന്റെ അടുത്തേക്ക് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് മുന്നേ വന്നിട്ട്, നീ വേഗം ഒന്ന് ബീച്ച് സൈഡിലേക്ക് വാന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന അവന്റെ അച്ഛനെയും അമ്മയാണ് കാണുന്നത്. അവനാകെ ഷോക്കായി പോയി. അവരെങ്ങനെ മരിച്ചു, എന്താ സംഭവിച്ചത് എന്നൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കാതെ പോലീസുകാർ ഇതൊരു ആത്മഹത്യയാക്കി മാറ്റി. ഇപ്പോഴും അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ നിന്നോട് സംസാരിക്കുമ്പോൾ വരെ എന്റെ അപ്പുറം ഇപ്പുറം എന്റെ അമ്മയും അച്ഛനും നിൽക്കുന്നുണ്ട്. അതായത് സിനിമയുടെ ആരംഭത്തിൽ പല തവണ കുന്നംകുളം ഷെർലക് ഹോംസ് അവന്റെ കൂടെ പല തവണ പല സീനിലും അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എന്നാൽ അത് റിയൽ അല്ല, അവന്റെ തോന്നൽ മാത്രമാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവർ എന്റെ അരികിൽ ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. ഈ കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതെല്ലാം കേട്ട സമയത്ത് ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. അവൾ പറയണം, ഞാൻ എന്തായാലും സാറിനോടൊന്ന് സംസാരിച്ചു പോകട്ടെ. അങ്ങനെ ലക്ഷ്മി SI ഭാസ്കറിനോട് സംസാരിച്ചു. ലാസ്റ്റ് ആ ഒരു ദിവസം കുന്നംകുളം ഷെർലക് ഹോംസ് കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ അത് പറയാനായിട്ട് അവൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാസ്കറും അതുപോലെ ഒരു വക്കീലും അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴും ഭാസ്കറിന് യാതൊരു വിശ്വാസവും അവൻ ആളെ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ആളൊരു കോമാളി പീസാണ്. എന്തായാലും അധികം വൈകാതെ, അതായത് 7ാമത്തെ ദിവസം നമ്മുടെ ഷെർലക് ഹോംസ് വരികയാണ്. അവൻ ആ ഒരു കുറ്റവാളിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ പെൺകുട്ടി ഉണ്ടല്ലോ, അഞ്ജു, അന്ന് രാത്രി ആ ഒരു തെങ്ങിൻതോപ്പിൽ വെച്ച് അവളെ കൊന്നുകളഞ്ഞത് അത് മറ്റാരുമല്ല, രാജീവ് ഗാന്ധി മരിച്ച അന്ന് രാത്രി ഈ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതിന്റെ പേരിൽ ഒരുത്തൻ ബൈക്ക് കത്തിച്ചില്ലേ, മുടി നീട്ടി വളർത്തിയ ഒരുത്തൻ, അതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. അവനാണ് അഞ്ജുവിനെ കൊന്നത്. അവന്റെ പേര് ഗുരു എന്നാണ്. എന്നാൽ ഈ ഗുരു എന്തിനാണ് അഞ്ജുവിനെ കൊന്നത്? എന്തെങ്കിലും ഒരു മോട്ടീവ് വേണ്ടേ? യാതൊരു മോട്ടീവും ഇല്ലാതെയാണ് ഗുരു അഞ്ജുവിനെ കൊന്നത്. അതിനർത്ഥം ആ ജോലി അവൻ മറ്റാർക്കോ വേണ്ടി ചെയ്തതാണ്. അത് ആർക്ക് വേണ്ടിയാ എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല, ബാലുവിന് വേണ്ടിയിട്ട്. ബാലുവിന് എന്തിനാണ് അഞ്ജുവിനോട് ദേഷ്യം? അവനെന്തിനാണ് അവളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്? എന്നാൽ ശരിക്കും ബാലുവിനോട് ഈ ഒരു കാര്യം ഏൽപ്പിച്ചത് അത് മറ്റാരുമല്ല, അവന്റെ പ്രണയിനിയായിട്ടുള്ള ഭാമയാണ്. ഭാമ പറഞ്ഞിട്ടാണ് ബാലു ഈ ഗുരുവിനെ കൊണ്ട് അഞ്ജുവിനെ കൊല്ലിപ്പിച്ചത്. എന്തിനായിരിക്കും? അതിന്റെ കാരണവും നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ ഭാമ അവളൊരു പാവം പെൺകുട്ടിയൊന്നുമല്ല. അവളുടെ ചേട്ടൻ എപ്പോഴും വഴക്ക് പറയും, ഉപദ്രവിക്കും എന്നൊക്കെയാണ് അവൾ പറഞ്ഞു കിടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവളുടെ ചേട്ടൻ ഒരു പാവം മനുഷ്യനാണ്. ചെറിയൊരു ജോലിയാണ്, ചെറിയ വരുമാനം ആ ഒരു മനുഷ്യനുള്ളൂ. അവൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലി ആ ഒരു ആശ്രമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശമ്പളമുണ്ട്. അത് വെച്ച് അവളുടെ ചേട്ടനെ വല്ലാണ്ടിട്ട് ഇൻസൾട്ട് ചെയ്യും. അതുപോലെ തന്നെ ചേട്ടന്റെ ഭാര്യയും വല്ലാണ്ടിട്ട് അവള് ഉപദ്രവിക്കുകയും വല്ലാണ്ട് അപമാനിക്കുകയും എല്ലാം ചെയ്യും. എന്നാൽ ഈ സ്വഭാവം ഭാമയ്ക്ക് ഇപ്പോഴായിട്ടുണ്ടായിരുന്നതല്ല. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അച്ഛന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് കിട്ടുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു. കാശിനോട് അത്രയും മാർത്തി അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കടക്കാരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എന്നാൽ അത് കണ്ട് സങ്കടപ്പെടുകയല്ല അവൾ ചെയ്തത്. ഒരിക്കലും അച്ഛനെ പോലെ ആവില്ല. കാശ് അതാണ് എല്ലാത്തിനേക്കാളും വലുത്. അത് സമ്പാദിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പഠിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ജോലി ഇപ്പം മേടിച്ചു. അവളുടെ കൂടെ തന്നെയാണ് അഞ്ജു ഉള്ളത്. പല തവണ അഞ്ജു അവളുടെ ചേട്ടനോടും ചേട്ടത്തിയോടൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ പല തവണ അഞ്ജു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ നോക്കണ്ടെന്നാണ് ഭാമ പറയാറുള്ളത്. അതുപോലെ തന്നെ ഭാമ ഇപ്പൊ ജോലി ചെയ്യുന്ന ആ ഒരു ആശ്രമം ഉണ്ടല്ലോ, അവിടെ ചില പ്രശ്നങ്ങളുള്ള ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ലൈഫ് തുടങ്ങി കഴിഞ്ഞാൽ സെറ്റിൽ ആകാൻ പറ്റും എന്നുള്ള ആ ഒരു ആശയിൽ ഭാമ പതിയെ അയാളെ ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അയാളോട് ഇഷ്ടം നടിച്ച് അയാളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഡോക്ടറും അവളുടെ ആ ഒരു വലയിൽ വീണു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പത്രത്തിൽ ഇവരൊരു കാര്യം കാണുന്നത്. അതായത് മനുഷ്യരുടെ അവയവങ്ങൾ ഇത് വിറ്റുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കിയ ഒരു ഗ്യാങ്ങിനെ പോലീസുകാർ പിടികൂടിയെന്ന്. ആ വാർത്ത കണ്ട സമയത്ത് ഈ ഭാമ പോയിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഓർഗൻസ്, അതായത് അവയവങ്ങൾ മുറിച്ച് വിറ്റാൽ ഒരുപാട് കാശ് കിട്ടുമോ, ലക്ഷങ്ങൾ കിട്ടുമോ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണ ലക്ഷങ്ങളല്ല, വേണമെങ്കിൽ കോടികൾ ഉണ്ടാക്കാന്ന് പറയണം. അത് കേട്ടപ്പോൾ ഭാമ പറയാണ്, നമുക്കും ഈ ഒരു പരിപാടി ചെയ്തു നോക്കിയാലോ. എന്നാൽ ഈ ഒരു ആശ്രമത്തിന്റെ ഓണർ ആയിട്ടുള്ള ആള് ഒരു സ്വാമി എന്ന് പറഞ്ഞ ഒരാളാണ്. പല ആൾക്കാരും ഈ ഒരു ആശ്രമത്തിന് വേണ്ടി ഫണ്ട് ഇറക്കുന്നുണ്ട്. എന്നാൽ ഈ ഫണ്ടെല്ലാം തിരിമറിയാക്കുന്നത് ഈ സ്വാമിയുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഒരു ദിവസം ഈ ഫണ്ട് നൽകുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു. ഇയാളെ കയ്യോടെ പൊക്കി അധികം വൈകാതെ ഫണ്ട് തിരിച്ചു തരണം എന്ന് പറയണം. സ്വാമി ആകെ കൊടുക്കുകയാണ്. ഈ സമയത്ത് സ്വാമിയോട് ഭാമ വന്നിട്ട് ഈ കാര്യം പറയാണ്, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ചെയ്തു നോക്കിയാലോ എന്ന്. നിങ്ങളുടെ കടയൊക്കെ 1 മാസം കൊണ്ട് വീട്ടാൻ പറ്റും. കോടികളായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. ഒന്നിനും കൊള്ളാത്ത കുറെ പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ, എല്ലാത്തിനെയും നമുക്ക് അങ്ങോട്ട് ശരിയാക്കാന്ന് പറയാണ്. എന്നാൽ സ്വാമിക്ക് ഒരു ഇച്ചിരി പേടിയെ
പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ആ ഒരു ഡോക്ടറും കൂടെ വന്നിട്ട് പറയാണ്, സാറേ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 3 പേരും കൂടെ ഗ്യാങ് ആയിട്ട് ഈ കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിനായിട്ട് തന്നെ ആ ആശ്രമത്തിലുള്ള തീരെ വയ്യാത്തൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവന് കുറച്ചുകൂടെ വയ്യാതാക്കിയിട്ട് ട്രീറ്റ്മെന്റിന് ഇവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആശ്രമത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ആ ഒരു കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. അധികം വൈകാതെ അവൻ മരിച്ചു പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് ഒരാൾക്ക് സംശയം തോന്നാൻ തുടങ്ങി. ബാമയുടെ കൂട്ടുകാരിയായിട്ടുള്ള അഞ്ജു. അവൾ അവിടെയുള്ള പല രേഖകളും പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ബോഡി പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു ഭാഗം കീറിയതുപോലെയുള്ള പാടുകൾ കാണാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു ഓപ്പറേഷൻ നടന്ന കാര്യം അവൾക്ക് മനസ്സിലായി. പിന്നീട് രഹസ്യമായിട്ട് തന്നെ ബാമയും ഡോക്ടറും അതുപോലെ ഈ സാമിയും ഇരുന്ന് സംസാരിക്കുന്നത് അഞ്ജു നിരീക്ഷിക്കാൻ തുടങ്ങി. അതെല്ലാം വീഡിയോ എടുത്തു. അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവൾ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ SI ഭാസ്കരൊക്കെ നന്നായിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതോ കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കാൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരം ബാമ അറിയാണ്. സോ അങ്ങനെയാണെങ്കിൽ അഞ്ജുവിനെ ഇനി വെച്ചോണ്ടെന്നാൽ പണിയാകുമെന്ന് വിചാരിച്ചിട്ട് അഞ്ജുവിനെ തട്ടാനുള്ള മാർഗങ്ങൾ ഇവർ നോക്കുകയാണ്. ആ സമയത്താണ് ബാമ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ എപ്പോഴും ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഒരുത്തൻ എപ്പോഴും അവളുടെ പിന്നാലെ വായി നോക്കി നടക്കുന്നുണ്ട്, ബാലു എന്നെ. അപ്പൊ അഞ്ജുവിനെ ഇല്ലാതാക്കാനായിട്ട് ബാലുവിനെ ഉപയോഗിക്കാം എന്ന് അവൾ തീരുമാനിക്കുകയാണ്. അതിന്റെ പേരിലാണ് ബാമ ബാലുവുമായിട്ട് പ്രണയം നടിക്കുന്നത്. പിന്നീട് പതിയെ ആ ഒരു പ്രണയം കുറച്ച് സീരിയസ് ആയിട്ട് വന്നു. ഒരു ഘട്ടത്തിൽ ബാമ പറഞ്ഞു, ബാലു നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല. കാശ് ഉണ്ടാക്കാനായിട്ട് പല വഴിയും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം കാശ് എന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ പെടാതിരിക്കാനായിട്ട് ഈ കാശുമായിട്ട് പുറം രാജ്യത്ത് പോയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരാളെ നമ്മൾ ഇല്ലാതാക്കണം, അഞ്ജുവിനെ തന്നെ. അങ്ങനെ ബാലുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ബാലു ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ബാലു ആ ഒരു കൊട്ടേഷൻ ഗുരുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഗുരു അഞ്ജുവിനെ കൊല്ലാനുള്ള ആ ഒരു കറക്റ്റ് ടൈം നോക്കിയിരിക്കുമ്പോഴാണ് അന്ന് രാത്രി ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതെല്ലാം ബാമയുടെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു. അപ്പൊ അവളുടെ കൂടെ അഞ്ജു വരുമല്ലോ. ആ രാത്രിയിൽ അവളെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ. എന്തായാലും പിന്നീട് അഞ്ജുവും ജാൻസിയും കൂടെ ആ ഒരു തെങ്ങിൻതോപ്പിലേക്ക് പോയി. ജാൻസിയെ അഞ്ജു അടിച്ചിട്ടു. ഈ നേരത്തെ അങ്ങോട്ടേക്ക് വന്ന ഗുരു അവളെ കത്തി കൊണ്ട് കുത്തി കൊന്നു കളഞ്ഞു. അവൻ നൈസായിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇതിന് ശേഷമാണ് ആ ഒരു 3 റൗഡികൾ അങ്ങോട്ടേക്ക് വരുന്നതും അവർ പേടിച്ചു ഓടുന്നതും അതുപോലെ തന്നെ ആ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നതും. ഇതെല്ലാം നടക്കുന്നത് ഇതിന് ശേഷമാണ്. എന്തായാലും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കൊലപാതകം ബാമയുടെയും ബാലുവിന്റെയും കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ബാമയും ബാലും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ദിവസം പോലീസുകാർ ഇവരെ തേടി വരും. അപ്പോൾ അവരോട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അവരെ കൺഫ്യൂസ് ചെയ്യിക്കണം. ഈ ഒരു ഐഡിയ ബാലുവിന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ബാമയാണ്. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടെന്താ, നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് എല്ലാം കണ്ടുപിടിച്ചില്ലേ. അതുപോലെ തന്നെ ഈ ബാമയുടെയും ബാലുവിന്റെയും സീക്രട്ട് എല്ലാം ഷെർലക് ഹോംസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവനെ കൊല്ലാനായിട്ട് ഒരു കൊട്ടേഷൻ അവർ കൊടുത്തായിരുന്നു. എന്നാൽ ആ കൊട്ടേഷനിൽ നിന്നും ഷെർലക് ഹോംസിനെ രക്ഷപ്പെടുത്തിയത് മറ്റാരുമല്ല, കോൺസ്റ്റബിൾ ലക്ഷ്മിയായിരുന്നു. കണ്ടാൽ ഒരു നീർക്കോലിയെ പോലെ തോന്നുമെങ്കിലും ആള് നല്ല കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. വന്നവന്മാരെ കാട്ടിച്ച് ഓടിപ്പിച്ച അവള്. അതുകൊണ്ടാണ് ഇപ്പോ ഈ SI ഭാസ്കറിന്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് ഷെർലക് ഹോംസ് ഉള്ളത് കേട്ടാ. ഈ നേരത്താണ് കോൺസ്റ്റബിൾ മുന്ന, അതായത് ഷെർലക് ഹോംസിന്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നത്, അല്ലടാ ഈ കാര്യം നീ എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതൊരു ഇച്ചിരി അധികം ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് ഷെർലക് ഹോംസ് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു അഞ്ജു മരിച്ച സമയത്ത് അവളുടെ അരികിൽ നിന്ന് ഒരു പുസ്തകം കിട്ടിയായിരുന്നു. എന്നാൽ മരിക്കുന്നതിന്റെ തൊട്ട് മുന്നേയായിട്ട് അവളുടെ രക്തത്തുള്ളികൾ വെച്ച് അതിലുണ്ടായിരുന്ന ചില വാക്കുകൾ ആ പുസ്തകത്തിൽ ഒന്ന് നോട്ട് ചെയ്തായിരുന്നു. ആദ്യമൊന്നും അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് വിശദമായിട്ട് നന്നായിട്ടൊന്ന് പഠിച്ച സമയത്താണ് അത് ചേതക് എന്നുള്ളൊരു വാക്കാണെന്ന് മനസ്സിലായത്. ചേതക് അതൊരു വണ്ടിയുടെ പേരല്ലേ. അപ്പൊ ആ ഒരു വണ്ടിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ച സമയത്ത് സ്റ്റേഷനിൽ ആ രാത്രിയിൽ ഇതുപോലൊരു വണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നോക്കുമ്പോൾ അത് ഗുരുവിന്റെ വണ്ടിയായിരുന്നു. അവനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തതിൽ അവൻ ഈ പണി ഏൽപ്പിച്ചത് ബാലു എന്ന് മനസ്സിലായി. ബാലുവിനെ നന്നായിട്ട് ഒന്നുകൂടെ കുടഞ്ഞപ്പോ ആ പണി ഏൽപ്പിച്ചത് ബാമയെന്ന് മനസ്സിലായി. പിന്നെ ബാമയിലൂടെ എല്ലാ കാര്യവും മനസ്സിലായി. അതുപോലെ തന്നെ SI സാർ, നിങ്ങളുടെ സ്റ്റേഷനിലും ഇതുപോലെ ഒരുത്തനുണ്ട്. അവൻ വഴിയാണ് അഞ്ജു കൊടുത്ത ആ ഒരു കംപ്ലൈന്റ് ബാമ അറിയുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്റ്റേഷനിലെ റൈറ്ററാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു അത്. ഇയാളാണ് എല്ലാ വിവരവും ബാമയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷെർലക് ഹോംസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സാറേ, എന്റെ അമ്മയുടെയും അച്ഛന്റെയും കൊലപാതകം അതെന്തുകൊണ്ടാണെന്നും എന്തിനാണെന്നും ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചു. എന്റെ അച്ഛനും അമ്മയും ജോലി ചെയ്തിരുന്നത് ഇതേ ആശ്രമത്തിൽ തന്നെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ അവര് മരണപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കുറെ നാളുകൾക്ക് മുന്നേ ഒന്നുമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഷെർലക് ഹോംസിന്റെ അച്ഛനും അമ്മയും മരിക്കുന്നത്. അതിനു മുന്നേ അവര് ജോലി ചെയ്തിരുന്നത് ഇതേ ആശ്രമത്തിൽ തന്നെയായിരുന്നു. ഒരു ദിവസം ഈ ഷെർലക് ഹോംസിന്റെ അമ്മയുടെ അടുത്തേക്ക് ഭയങ്കര വിഷമത്തിൽ അവന്റെ അച്ഛൻ വരികയാണ്. എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഈ ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. ഒരുപാട് കുട്ടികൾ ഇവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ഒരുവിധം അതെന്താണെന്ന് എനിക്കറിയാം. കുട്ടികളുടെ അവയവങ്ങൾ ഇവർ മുറിച്ച് വെക്കുന്നുണ്ടോ എന്ന് നല്ല സംശയം എനിക്കുണ്ട്. ഷെർലക് ഹോംസിന്റെ അച്ഛൻ ഈ കാര്യം ഭാര്യയോട്, അതായത് അവന്റെ അമ്മയോട് പറയുന്ന കാര്യം ആര് ഒളിഞ്ഞിരുന്ന് കേട്ടു? ബാമ കേൾക്കുകയാണ്. ഇവരെങ്ങാനും ഇത് പുറത്തു പോയി പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനു മുന്നേ തന്നെ ബാമ ഒരു പ്ലാൻ ഇടുകയാണ്. അവളുടെ സ്ഥിരം നമ്പർ തന്നെ നമ്മുടെ ഷെർലക് ഹോംസിന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കര സെന്റി അടിക്കുകയാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, ആഘോഷിക്കാൻ ആരുമില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഷെർലക്കിന്റെ അച്ഛനും അമ്മയും പറയാണ്, ഒരു കാര്യം ചെയ്യും മോള് വാ, നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയണം. അങ്ങനെ ബാമയാണ് അവരെ രണ്ടുപേരെയും ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും അവിടെ വെച്ചിട്ട് അവരെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിക്കുന്നതും പിന്നീട്
പിന്നീട് കടലിലേക്ക് എറിയുന്നതും. മാത്രമല്ല അന്ന് ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന റൈറ്റർ ഉണ്ടല്ലോ, അയാൾ വഴിയാണ് ഈ ഒരു മർഡർ അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തത്. എന്തായാലും ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത കാശിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഭാമ എന്ന ആ ഒരു രാക്ഷസിയെ പോലീസുകാർ പിടിവിടാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള ഒരു കമ്മീഷണർ അയാൾ പറയാണ്, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള നിന്നെ പോലീസിൽ എടുക്കാതെ വേറെ ആരെയാടോ പോലീസിൽ എടുക്കേണ്ടത്? എന്തായാലും നിന്റെ ജോലി ശരിയാക്കി തരാന്ന് പറയുമ്പോൾ നമ്മുടെ കുന്നംകുളം ഷെർലക് ഹോംസ് പറയണേ എനിക്ക് ആ ഒരു ജോലി വേണ്ട. എന്നിട്ട് അവൻ പുറത്തേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ അവന്റെ അച്ഛനും അമ്മയും പുറത്തു നിന്ന് അവന്റെ കൂടെ തന്നെ വന്ന് ചോദിക്കുകയാണ്, അല്ല മോനെ നീ എന്തിനാ ആ ഒരു ജോലി വേണ്ടാന്ന് പറഞ്ഞേ? അത് പിന്നെ അച്ഛാമ്മ, പോലീസ് ആയാൽ ഞാനിപ്പോ അന്വേഷിക്കുന്നത് പോലെ കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ. അതുകൊണ്ട് ഞാൻ ഇനിയൊരു ഡിറ്റക്റ്റീവാണ്. എന്റെ ഒഫീഷ്യൽ നെയിം കുന്നംകുളം ഷെർലക് ഹോംസ് എന്നാണ്. ശരിക്കും സിനിമയുടെ പേര് നോക്കുകയാണെങ്കിൽ ഏകദേശം അതുപോലെ തന്നെ, ശ്രീഗോകുലം ഷെർലക് ഹോംസ്. എന്തായാലും ഇത്രയും കാണിച്ച് സിനിമ ഇവിടെ തീരുകയാണ്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.